ദൈവനാമത്തിൽപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ 12:1 ഇങ്ങനെ വായിക്കുന്നു. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിന്റെ വരവ് വളരെ ആസന്നമായിരിക്കും. കർത്താവിന്റെ വചനം പറയുന്നത് എന്താ? ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു, ദൈവത്തെ അറിയുന്ന ജനം കുറഞ്ഞു പോകുന്നു. അതെ, വിശ്വസ്തന്മാർ കുറഞ്ഞു പോകുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18:8 ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. അതെ, കർത്താവിന്റെ വരവിങ്കൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പോലും സംശയിക്കുന്നു. അല്ല, സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതെ, ഈ കാലഘട്ടത്തിൽ ലോകവും അതിന്റെ സംഭവങ്ങളും വിളിച്ചറിയിക്കുന്നത് അതല്ലേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതുവരെ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും വ്യക്തികൾ ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. കർത്താവിന് മുമ്പിൽ, ഈ വചനത്തിന് മുമ്പിൽ, ഈ ചെറിയ ഈ സന്ദേശത്തിന് മുമ്പിൽ നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ കൊടുക്കാം. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അത്ര ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്ത്യകാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത് അതാണ്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:5 മുതൽ താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെ തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കുവിൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭമത്രേ. അതെ, ഇതൊക്കെ തുടക്കമെന്ന കർത്താവിന്റെ വചനം പറയുന്നത്. കർത്താവിന്റെ വരവ് പ്രതീക്ഷിച്ചിരുന്നു. എപ്പോഴാണെന്ന് നമുക്കറിയില്ല. ഒരു കള്ളൻ വരുന്നത് പോലെ എന്ന് അത്രയും കർത്താവിന്റെ വചനം പറയുന്നത്. അതിന്റെ 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു. അന്ത്യകാലത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന്. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തടുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇതൊക്കെ സംഭവിക്കും, ഇതൊക്കെ സംഭവിക്കേണ്ടതാകുന്നു. പക്ഷെ അവസാനത്തോളം ഈ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തതയോടെ വിശുദ്ധ ജീവിതം കാത്തുകൊണ്ടാൽ ആ നിത്യതയ്ക്ക് അവകാശികളായി തീരും. എൻ്റെ കർത്താവ് വേഗത്തിൽ വരും. എത്ര പേര് പ്രതീക്ഷയോടെ കൂടെ ആയിരിക്കും? അതെ, ഒന്നിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ വരവ്. ഇതിൽ രണ്ടും പ്രതീക്ഷിച്ചു വേണം ഒരു വിശ്വാസം ജീവിക്കുവാൻ. ആരും കൈവിടപ്പെട്ടുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത്രയും ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ്, ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്നു എല്ലാ ദൈവമക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇത് ദൂത് ശ്രമിച്ചുകൊണ്ടിരുന്നു ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടുവാൻ, നഷ്ടപ്പെട്ടുവാൻ ഇടവരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് പകലിൽ അവരുടെ ഹൃദയത്തെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഇതുവരെ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും വ്യക്തികൾ ഈ ദൂത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അവരുടെ ഹൃദയത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങേ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ നയിക്കണമേ, നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥന നന്ദി. സകലമാനവും കർത്താവ് ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങൾ അനേവരെയും സമൃദ്ധിയായി ധാരാളമായി